നല്ല തണുത്ത ഐസ്ക്രീം. ഐസ്ക്രീം വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീമാ, നല്ല അടിപൊളിയാ. വേണ്ട. അതെ, ഒന്ന് കഴിച്ചു നോക്കിക്കൂടെ? നല്ല രുചിയുണ്ട്. എനിക്ക് വേണ്ട. ഒന്ന് ടേസ്റ്റ് ചെയ്തൂടെ? പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്. നോക്ക്, നീ ചിന്തിക്കുന്ന പോലെ യാതൊന്നും ഇവിടെ ഇല്ല. ആണോ? ഈയിടെയായിട്ട് നിന്റെ ശ്രദ്ധ എവിടെയാന്ന് എനിക്കറിയില്ല. എന്നോടൊപ്പം ചെലവഴിക്കേണ്ട സമയത്തൊക്കെ നീ എവിടേക്കാ പോകുന്നത്? ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലേ, പകല് മൊത്തം വീട്ടിൽ ഇരിക്കാൻ പറ്റൂ? ഓ, അപ്പൊ അതാണ് കാര്യം. നിന്റെ ഈ തിളയ്ക്കുന്ന യൗവനത്തിന് എന്നെ ബോറടിച്ച് കാണും. നീ ഇപ്പോ എന്നിൽ ഹാപ്പി അല്ല അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പൊ പുറത്ത് ചുറ്റി നടക്കുന്നത്? ചക്കര, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. എന്നെ പറ്റിച്ചിട്ട് നിനക്ക് അങ്ങനെ വിലസാന്ന് കരുതണ്ട. അത് വീട്ടിലായാലും പുറത്തായാലും. ഞാൻ നിന്നെ എന്തിനാ ചതിക്കുന്നേ? എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അത് നീ എന്നെ സംശയിക്കുമ്പോ എനിക്ക് ഒത്തിരി വിഷമാവുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. സത്യ, ഐ ലവ് യു. എന്തുപറ്റി? എന്റെ കാലൊഴുക്കിപ്പോയി. കാണിച്ചേ. ഫീലിംഗ് കംഫർട്ടബിൾ? എവിടെ പോയതാ? ഞാനോ? ഡോക്ടറെ കാണാൻ പോയി. എന്നിട്ട് ഡോക്ടർ കണ്ടോ? അത് ചുമ വന്നപ്പോ അത് പരിശോധിച്ചിട്ട് അതിന്റെ മരുന്നൊക്കെ തന്നായിരുന്നു. ഇതെന്ത് കളിയാണ്? ഡിംപിയുടെ കൂടെ എവിടെയാ പോയത്? അത് പറഞ്ഞാ മതി. ഡിംബി? ഡിംബിയുടെ കൂടെ ഞാൻ എവിടെ പോകാനാ? നോക്ക്, വെറുതെ എന്നെ പറഞ്ഞു പറ്റിക്കണ്ട. നമ്മൾ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോ ഡിംബി ആയിട്ട് എന്താ നിനക്ക് ബന്ധം എന്ന് ആലോചിച്ച് നോക്ക്. അതെല്ലാം മനസ്സിലായിട്ട് പോലും നീ ഇത്ര ചീപ്പായി തരം താഴ്ന്നു പോയിരിക്കുകയാണോ? നോക്ക്, അവളാ എന്റെ അടുത്ത് വന്നത്. അവളായിട്ട് നിന്റെ അടുത്ത് വന്നതായിരുന്നെങ്കിൽ നീ അവളെ മനസ്സിലാക്കിക്കണായിരുന്നു. അവള് കുട്ടിയാണ്. വേറെ വഴിയില്ലായിരുന്നു. വഴിയില്ലായിരുന്നോ? അവക്ക് നമ്മളെ സംശയമുണ്ട്. ഞാൻ അവളെ കണ്ടത് അവളുടെ സംശയം മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ അവക്ക് എന്റെ കൂടെ ജീവിക്കണം, എന്റെ കൂടെ. എന്താ പ്രശ്നം മമ്മി? മമ്മി എന്തിനാ അച്ഛനുമായിട്ട് വഴക്കിടുന്നേ? അത് ഒന്നുമില്ല മോളെ. ഞങ്ങള് ഡിംപി മോളെ, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നീ കോളേജ് പോവാൻ ലേറ്റ് ആവുന്നുണ്ടല്ലേ? അതെ, ഇന്നൊരല്പം ലേറ്റ് ആയി, കാരണം എനിക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടായിരുന്നു. നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? ഞാൻ നിന്നെ കണ്ടിരുന്നു. ക്ലാസ്സിന് പോതെ നീ കരണ്ട് കൂടെ ചുറ്റി നടക്കുമായിരുന്നു. അതിനിപ്പോ എന്താ? വഴിയിൽ വെച്ച് കണ്ടപ്പോ ഒരു പിസ്സ കഴിക്കാൻ പോയതാ. വീണ്ടും കള്ളം. ഇങ്ങനെയൊക്കെ കള്ളം പറയാൻ നിനക്കെന്താ നാണം തോന്നില്ലേ? ഇതിലിപ്പോ അത്ര വലിയ തെറ്റെന്താ?
നോക്ക് മോളെ, നീ ഇപ്പൊ പോകാൻ ആഗ്രഹിക്കുന്ന വഴിയുണ്ടല്ലോ, അത് നിനക്ക് ഒട്ടും നല്ലതല്ല. കരുണുമായിട്ട് ഇങ്ങനെ അടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല. മോളുടെ ഇപ്പോഴത്തെ പ്രായം എന്താണ്? പിന്നെ ചിലപ്പോഴൊക്കെ തെറ്റായി ഒരു ചൂട് വെച്ചാ ജീവിതം മുഴുവനും നശിച്ചു പോവും. മമ്മ എന്റെ ജീവിതത്തിൽ ഇന്റർഫെയർ ചെയ്യാതിരുന്ന വളരെ നന്നായിരുന്നു. ഞാൻ നിന്റെ അമ്മയാണ്. അപ്പൊ ആ സ്ഥാനത്ത് നിന്നാ മതി. നോക്ക് മോളെ, നീ ചെയ്യുന്നത് തെറ്റാണ്. കാരണം നിങ്ങളും തമ്മിലുള്ള ബന്ധമാണ് തെറ്റ്. അമ്മയോടാണോ നീ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കാൻ പാടില്ലേ? നിങ്ങൾ കാണിക്കുന്ന പോക്കർത്തരം കണ്ട് മിണ്ടാതിരിക്കുന്നു കരുതിയോ? നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കള്ളം പറഞ്ഞു കൂടെ നിർത്താൻ നാണമില്ലേ നിങ്ങൾക്ക്? പ്ലീസ്, പറ്റുമെങ്കിൽ സ്വന്തം മോളുടെ ജീവിതത്തിൽ മണ്ണ് വാരിയിടരുത്. ഞാനും ഒന്ന് നോക്കട്ടെ. ഇന്ന് മുതൽ നീ കരണിനെ എങ്ങനെ മീറ്റ് ചെയ്യുന്നു? മീറ്റ് ചെയ്യും ഞാൻ. നമുക്ക് കാണാം. ചേച്ചി ഇത് കണ്ടോ? ഇത് കാണാൻ നല്ല രസമുണ്ട്. എന്തിനാ ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നത്? ചേച്ചി ചേച്ചി എന്താ ചെയ്യുന്നേ? ചേച്ചി നിങ്ങൾ എന്താ ചെയ്യുന്നേ? വാതിൽ തുറക്ക് ചേച്ചി, വാതിൽ തുറക്ക്. അമ്മേ നോക്കൂ, ചേച്ചി വാതിൽ തുറക്കുന്നില്ല. ചേച്ചി ചേച്ചി ഒന്ന് വാതിൽ തുറക്ക്. എന്തു പറ്റി മോളെ? ചേച്ചി വാതിൽ തുറക്കുന്നില്ല. അതെന്താ അറിയില്ല. കബഡിന് കുറെ തുണിയൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ഡിംബി, ചേച്ചി ഡിംബി വാതിൽ തുറക്ക്. ചേച്ചി കരൺ, ചേച്ചി കരൺ. എന്തുപറ്റി? എന്തുപറ്റി? നോക്ക് കരൺ, ഡിംബി വാതിൽ തുറക്കുന്നില്ല. ഡിംബി, ഡിംബി, ഡിംബി. ഡിംബി, 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 എന്തായി കാണിക്കുന്നേ? ഇറങ്ങ്. നീ എന്തായി ചെയ്തത്? എന്ത് ബുദ്ധിമോശമാ നീ കാണിക്കുന്നത്? മോളെ, നിക്ക്. നീ ഇതെന്താ ചെയ്യാൻ പോയത് മോളെ? അതിന് നിങ്ങൾക്ക് ഇപ്പൊ എന്താ? നിങ്ങൾ ഒറ്റ ഒരാള് കാരണം ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. എന്താ നീ പറയുന്നത്? അവളെ വിട്ടേക്ക്. പോകുന്നുണ്ടോ ഇവിടുന്ന്? നീ എന്തായി ചെയ്തത്? നിനക്കെന്താ പ്രാന്തായോ? എനിക്ക് ഭ്രാന്താ. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. മരണം വരെ എനിക്ക് നിന്റെ കൂടെ ഉണ്ടാവണം. പക്ഷെ എനിക്ക് മനസ്സിലായി അതൊരിക്കലും നടക്കില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ പോയത്. ഞാൻ കരണിനെ ഒരുപാട് സ്നേഹിക്കുന്നു. അവനില്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ എന്റെ അമ്മയാണ് എന്റെ ഏറ്റവും വലിയ ശത്രു. അമ്മ അവരുടെ മകളുടെ കാമുകനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അവരുടെ സന്തോഷങ്ങൾ തട്ടിപ്പറിക്കുന്നു. കരൺ, എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്യാന്ന്. അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ ഈ കത്ത് പോലീസിന്റെ കയ്യിൽ എത്തിപ്പെട്ടാ പിന്നെ ചേച്ചി രാവിലെ തന്നെ എന്താ ചെയ്യുന്നേ?
അമ്മ ഒന്ന് വേഗം വാ. മണ്ടി പെണ്ണെ, നീ ഇതെന്താ ചെയ്തത്? ഹാ? നോക്ക് നോക്ക് മോളെ, ഇനി നീ എന്താണോ പറയുന്നത് അതേ ഇവിടെ നടക്കൂ. ഞാൻ കൈകൂപ്പി നിന്നോട് പറയാ, ഞാൻ നിന്റെ അമ്മയാണ്. ആ, ഇനി നീ പറയുന്നത് മാത്രം ഇവിടെ നടക്കും മോളെ. നീ പറയുന്നത് സത്യമോളെ, തെറ്റ് എന്റേതായിരുന്നു. ദാ രണ്ടുപേരും തമ്മിൽ മോതിരം കൈമാറ, എന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങും. മമ്മ കണ്ടോ, ഞാനിന്ന് കരണിനെ 4 വട്ടം തോൽപ്പിച്ചു. എന്തു പറ്റി മമ്മ? മോളെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുൻപ് കരണിന്റെ തുണിക്കട ആരംഭിക്കാമെന്ന്. പക്ഷേ ഇല്ല, നിന്റെ മുത്തശ്ശൻ പ്രോപ്പർട്ടി ഇപ്പൊ നമുക്ക് തരില്ലെന്നാ പറയുന്നത്. ഇനി ഇപ്പോ കല്യാണത്തിന് എന്തൊക്കെ ചെലവുകളുണ്ട്, കയ്യിൽ കാശില്ല. കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ ചെയ്യും? മമ്മ, നമുക്ക് പോലീസിന്റെ അടുത്ത് പോയി പറയാം. വേണ്ട മോളെ, കോർട്ടിലൊക്കെ പോയ പ്രോപ്പർട്ടി കേസിന് ഒരുപാട് കാലങ്ങളെടുക്കും. അപ്പൊ നമുക്ക് വേറെ ഒരു വഴിയില്ലെന്നാ പറയുന്നേ? മോളെ, ഒരു വഴിയുണ്ട്. നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എന്താ മമ്മ ചെയ്യണ്ടേ? മമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. പറഞ്ഞാൽ മാത്രം മതി. അമ്മേ, ചേച്ചി, ചേച്ചി. ഡിംപി, മോളെ, അയ്യോ, എന്താ പറ്റിയത്? അയ്യോ, ഡിംപി. കണ്ണു തുറക്കും മോളെ. യെസ് സർ. ആംബുലൻസിന് ഫോൺ ചെയ്ത് ബോഡി പോസ്റ്റ്മോർട്ടം അയച്ചേക്കെ. വിളിക്കാം സർ. മൻപ്രീത് സിംഗ്, ഐ എം സോറി, പക്ഷെ എനിക്ക് താങ്കളോടൊന്ന് ചോദിക്കാനുണ്ട്. പറയൂ. ഇവിടെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ തുണി വാങ്ങാൻ മാർക്കറ്റിൽ പോയിരുന്നു. കടയിലേക്ക് കുറച്ച് തുണികൾ വാങ്ങാൻ. എല്ലാ തിങ്കളാഴ്ചയും അത് പതിവാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ? സംശയമൊന്നുമില്ല, പക്ഷേ കുറച്ചു കാലങ്ങളായിട്ട് അവള് മൂടോട്ടായിരുന്നു. പക്ഷെ അവളുടെ മുത്തശ്ശൻ ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് ഞങ്ങളുടെ ഷെയർ തരാൻ സമ്മതിച്ചിരുന്നില്ല. കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വലിയ ദുഃഖമായിരുന്നു. ഒരു സൂയിസൈഡ് നോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവളുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം അവളുടെ മുത്തശ്ശിക്കും മുത്തശ്ശനുമാണെന്ന്. അവര് രണ്ടുപേരും കാരണം എനിക്ക് എന്റെ മോളെയാ നഷ്ടപ്പെട്ടത്. ഞാനിപ്പോ എന്ത് ചെയ്യും സർ? അവരെന്റെ ചെറിയ മോളെ എന്നിൽ നിന്നും പറിച്ചെടുത്തു. അവരെ വെറുതെ വിടരുത് സർ. അവര് നരകത്തിൽ എത്തിയതുപോലെ അവരെ ശിക്ഷിക്കണം. ഒരു പെൺകുട്ടിക്കും ഇനി ഈ ഗതി ഉണ്ടാവരുത്.